ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയിൽ പൊള്ളിച്ചെടുത്ത അടിപൊളി ഒരു ചിക്കൻ അൽഫാമാണ്. ഇത് നമ്മൾ കശ്മീരി മുളകൊക്കെ ഇട്ടൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കശ്മീരി ചില്ലി തവ അൽഫാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് അടിച്ചൊന്ന് പരത്തിയെടുക്കണം. കാരണം ഉൾവശമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അടിക്കണ്ട, എല്ലൊന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ച് പറ്റുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാൻ നോക്കാം. ചിക്കൻ ഇപ്പോൾ ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വരഞ്ഞും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് 2 തവണയാണ് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി എടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി നാരങ്ങേൻ്റെ നീര്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കാണിക്കുന്നുണ്ട് കേട്ടോ, അത് ഫോളോ ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിൽ തേച്ച് കൊടുക്കാം. ഈ തൈരിൻ്റെ മിക്സ്ചർ നന്നായിട്ട് ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ചിക്കൻ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയ തക്കാളി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മിക്സറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തൈരിൻ്റെ മിക്സ്ചറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ സെക്കൻഡ് മാരിനേഷൻ്റെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യാം. ഇനി കശ്മീരി ചില്ലി സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു കൈ നിറയെ കശ്മീരി ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഉണക്കമുളകൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് മിക്സറിലേക്ക് ഇടാം. വെള്ളം ഒഴിക്കാണ്ട് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 5-6 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഉപ്പ് നമ്മൾ വേറെ ചേർക്കുന്നില്ല, അതുകൊണ്ട് ഇതിൽ തന്നെ ബാക്കി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണം. ഇനി ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി മിക്സ്ചർ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരിക്കലും ഇടാൻ പാടില്ല, അകത്തേക്ക് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഈ ഒരു മിക്സ്ചർ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ചില്ലി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം.
ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തവയിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോ മറ്റോ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ അൽഫാം ഉണ്ടാക്കുമ്പോൾ മാക്സിമം വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചൊവ ഉണ്ടാവും. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. 5 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത കാരണം നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ സൈഡും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാലൻസ് ഇരിക്കുന്ന ചിക്കൻ പീസ് കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചാർക്കോൾ പീസസ് ഒരു സ്റ്റീൽ ബൗളിൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കത്തിച്ചതിന് ശേഷം 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് പുകച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ ചിക്കൻ പീസ് വെച്ച് അടച്ച് വയ്ക്കാം. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചാർക്കോൾ പീസ് വെച്ച് പുകച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഇനി പുകച്ചെടുത്ത ചിക്കൻ പീസാണ്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കശ്മീരി ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ചൂടാക്കിയ വാഴയില എടുത്തിട്ട് ഈ ചിക്കൻ പീസ് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി നമുക്ക് ചില്ലി സോസ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ചിക്കൻ വാഴയിലയിൽ വെച്ച് നന്നായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ പീസും ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വാഴയിലയിൽ വെച്ച് പൊതിഞ്ഞ് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഓരോ സൈഡും ഒരു 7 മിനിറ്റ് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കശ്മീരി ചില്ലി തവ ചിക്കൻ അൽഫാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇങ്ങനെ അൽഫാം ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരുപാട് ഇഷ്ടപ്പെടും. കുബൂസിൻ്റെയും മയോണൈസിൻ്റെയും റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണാം.